ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ 7 മണിക്കാണ് ഇത് നടക്കാൻ പോകുന്നത്. അപ്പൊ രാവിലെ തന്നെ ആർക്ക് ഈ ഒരു വിവരം കിട്ടി? ആരാണ് വിജയിച്ചതെന്നുള്ള വിവരം ആർക്ക് കിട്ടി? ഓക്കെ, വലിയ PR ടീം ഹെഡും കോപ്പും ഒക്കെ ആയിരിക്കാം. പക്ഷെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിവരം പ്രേക്ഷകരിലേക്ക് എത്തിച്ചൊരു ഫോൾസ് നരേറ്റീവ് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഫിനാലയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ഇഷ്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്ത പാവപ്പെട്ട കുറച്ച് മനുഷ്യരെ എങ്ങനെയാണ് പറ്റിക്കാൻ പറ്റുന്നത്? BB ഓഡിയൻസിനെ അതൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, വെറുതെ ഒരാവശ്യമില്ല. 3G എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ്, നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പോസ്റ്റ്. അതും നിങ്ങളെപ്പോലെ വലിയ വലിയ എക്സ് കണ്ടസ്റ്റൻസും അതേപോലെ ആരാണ് വലിയ വലിയ ആളുകളെ ഒന്നും വോട്ട് ചോദിക്കാൻ രംഗത്ത് എത്തിയിട്ടില്ല. ഷിയാസ് കരീമിനെയൊക്കെ പോലത്തെ ആളുകളൊന്നും വോട്ട് ചോദിക്കാൻ രംഗത്ത് എത്തിയിട്ടില്ല. ആകെ ഒരു തൊപ്പി, പിന്നെ വിക്കി തഗ്, ഇവരൊക്കെയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഞാൻ അവരെ ഒന്നും ചെറുതാക്കി പറയുകയല്ല. പക്ഷെ ഇവരൊക്കെ ഉള്ളൂ അനീഷിന് വേണ്ടി സംസാരിക്കാൻ. അത് പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇവരൊന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് കുരു പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. റോക്കറ്റിന്റെ പടം ഇട്ടേക്കുന്ന ഒരു പ്രമുഖൻ, റോക്കറ്റിന്റെ പടം ഇട്ടേക്കുവാണ്. എന്തിന്? ആരെ കാണിക്കാൻ വേണ്ടി? ഉദ്ദേശിച്ചത് എന്താണെന്നുള്ള പച്ച മലയാളത്തിൽ എനിക്ക് ഇവിടെ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് അയാൾ തന്നെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. വിന്നർ ആരാണെന്നുള്ള വിവരം ഇവർക്ക് എങ്ങനെ കിട്ടി? ഇന്നലെ 12 മണി വരെ ആയിരുന്നു വോട്ടിംഗ്. ആ വോട്ടിംഗിൽ നേരിയ വ്യത്യാസത്തിൽ ഒരാൾ ലീഡ് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് കിട്ടിയ വിവരപ്രകാരം ഒരാള് ലീഡ് വന്നിട്ടുണ്ട്. നേരിയ വ്യത്യാസത്തിൽ ഒരാൾ ലീഡ് വന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് 7 മണിക്ക് ഗ്രാൻഡ് ഫിനാലെ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ഇവർ വോട്ടിംഗ് ലൈൻ വീണ്ടും ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ലൈവായിട്ട് ഗ്രാൻഡ് ഫിനാലെ അവിടെ നടക്കുമ്പോൾ വോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊരു സംഭവം വൈകുന്നേരം നടക്കും എന്നുള്ളതാണ് ഞാൻ അറിയുന്ന എനിക്ക് കിട്ടിയ വിവരം. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് വിന്നറിനെ തീരുമാനിക്കാനായിട്ട് പറ്റുന്നത്? ഈ തൊപ്പി എന്ന് പറയുന്ന ഈ പുള്ളി ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. ഇവരൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം എല്ലാ വർഷവും ഇവരുടെ PR അജണ്ടയ്ക്ക് കൊട പിടിച്ചു കൊടുക്കുന്നതാണ്. എന്നുവെച്ചാൽ അറിഞ്ഞോ അറിയാതെയോ കാശൊന്നും വാങ്ങിക്കാതെയാണ് പുള്ളി ഇത് ചെയ്യുന്നത്. പക്ഷെ PR അജണ്ടയ്ക്ക് അങ്ങനെ കൊട പിടിച്ചു കൊടുക്കാറുണ്ട്. അത് ഒരു വെറുതെ ഫണ്ടിന് ചെയ്യുന്നതാണ്. IPL ബെറ്റിംഗ് ഒക്കെ പോലെ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നലെ അനീഷ് ലീഡ് വന്നതിന്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും കൊടുക്കേണ്ടത് തൊപ്പിക്ക് തന്നെയാണെന്ന് നമ്മൾ പറയേണ്ടി വരും. അക്ബറിനെ ഒക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ അനീഷിനാണ് വോട്ട് കൊടുത്തത് എന്ന് ഒരുപാട് കമന്റ്സിലൂടെ ഞാൻ വായിച്ച് മനസ്സിലാക്കി. അതിന്റെ ക്രെഡിറ്റ് തീർച്ചയായും കൊടുക്കേണ്ടത് MRZ തൊപ്പി എന്ന് പറയുന്ന ആ ഒരു ഇൻഫ്ലുവൻസറിനാണ്. പുള്ളി തകർത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അഖിൽമാരാരെയും വിനുപ്പിയാറിന്റെയും പരിപ്പിളക്കിയാണ് തൊപ്പി ഇന്നലെ ആ കോൾ അവസാനിപ്പിച്ചത്. പരിപ്പിളക്കി വിട്ടു. രണ്ടിനെയും നിർത്തി അങ്ങ് അപമാനിക്കുകയാണെന്ന് പറയുന്ന പോലത്തെ പരിപാടിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനത് മൊത്തം രാത്രി തന്നെ ഇരുന്ന് കണ്ടു. വീഡിയോ ചെയ്യാതിരുന്നതാണ്. അത് രണ്ടിനെയും തോലി ഒരിപ്പിച്ചാണ് വിട്ടത്. തോലി ഒരിപ്പിച്ച് കണക്കിന് കൊടുത്തു. 2 എണ്ണത്തിനും കൊടുത്തു. പ്രേക്ഷകരെ പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നു. 2 എണ്ണവും കണക്കിന് കിട്ടി ബോധിച്ചു. അതിന്റെ ചൊരുക്കാണ് ഈ കാണിച്ചോണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയില്. തൊപ്പി, 3G, പിന്നെ റോക്കറ്റ്, കോപ്പ് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വൈകുന്നേരം 7 മണി വരെ കാത്ത് നിൽക്കുക. ഗ്രാൻഡ് ഫിനാലെ വരെ കാത്തു നിൽക്കുക. അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാമല്ലോ. സംസാരിക്കാൻ ഇനിയും സമയം ബാക്കിയുണ്ട്. വിന്നർ ആരാണ്? വിന്നർ ഡിസേർവിംഗ് ആണോ? വിന്നറിന് എത്ര വോട്ട് ഭൂരിപക്ഷം വന്നു? എല്ലാം നമുക്ക് സംസാരിക്കാം. എല്ലാം എടുത്തു വെച്ച് പരിശോധിച്ച് സംസാരിക്കാം. ആരും എവിടെയും പോകുന്നില്ല. എല്ലാത്തിനെ പറ്റിയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വൈകുന്നേരം സംസാരിക്കാം.